സണ്ണി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സണ്ണി പീറ്റർ, എങ്ങനെയാണ് നമുക്ക് മുഖ്യമന്ത്രിയുടെ വാക്കുകളെ വിലയിരുത്താൻ സാധിക്കുകയാണ്? എന്തൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട വിവരങ്ങൾ അദ്ദേഹം പങ്കുവച്ചത്? ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിന് ശേഷം പ്രധാനമായും 3 കാര്യങ്ങളാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ വിശദീകരിച്ചത്. ആദ്യം ഒരു വിശദീകരണം നൽകിയത് വയനാട് കള്ളാടിയിലുണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ടാണ്. കള്ളാടിയിലുണ്ടായ ദുരന്ത കാര്യങ്ങൾ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം വിശദമായി ചർച്ച ചെയ്തു. ഈ കള്ളാടിയിലുണ്ടായത് ഒരു മനുഷ്യനിർമ്മിതമായ ദുരന്തമാണ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഈ തുരങ്കപാതയുടെ നിർമ്മാണ സ്ഥലത്തിനോട് ചേർന്ന ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായതായിട്ടാണ് പ്രാഥമികമായ ഒരു റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്യുകയുണ്ടായി. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ തുരങ്കപാത നിർമ്മാണ കമ്പനിയുടെ ഒരു വീഴ്ച എന്ന രീതിയിലായിരുന്നു. പക്ഷേ ഇന്നാകട്ടെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി വിശദീകരിച്ചിരിക്കുന്നത് ഈ തുരങ്കപാതയുടെ നിർമ്മാണ കേന്ദ്രത്തിനും തൊട്ടു മുന്നിലായി അല്ലെങ്കിൽ തൊട്ടു മുകളിലായി ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു പ്രാഥമികമായ റിപ്പോർട്ട് ജില്ലാ ഭരണകൂടത്തിൻ്റേത് സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം നടത്തും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 2 രീതിയിലുള്ള ഒരു അന്വേഷണമായിരിക്കും ഈ കള്ളാടിയിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നടത്താൻ പോവുക. ഒന്ന്, സാങ്കേതികമായ ഒരു അന്വേഷണം നടത്തും. അതോടൊപ്പം തന്നെ നിയമപരമായ രീതിയിലുള്ള അന്വേഷണം നടത്തും എന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഈ തുരങ്കപാതയുടെ നിർമ്മാണം ലഭിച്ചിട്ടുള്ള കൊങ്കൺ നിർമ്മാണ കമ്പനിയുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ തുരങ്കപാതയുടെ ആനക്കാപ്പൊയിൽ മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണത്തിനായി കേന്ദ്ര സർക്കാർ നൽകിയ പാരിസ്ഥിതിക അനുമതിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച വരുത്തിയിട്ടുണ്ടോ നിർമ്മാണ കമ്പനി, അവരുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്നും പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. അതിനാൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു വിശദമായ പരിശോധന അല്ലെങ്കിൽ വിശദമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിനകത്ത് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഈ സംസ്ഥാന സർക്കാർ ഇപ്പോൾ പ്രാഥമികമായ മുൻഗണന നൽകിയിരിക്കുന്നത് അവിടെ ആ ദുരന്തത്തിൽ കാണാതായ 5 പേരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തെരച്ചിലാണ് ഊർജിതമായി നടക്കുന്നത്. അതിൻ്റെ നടപടികളാണ് സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രി താൻ ഉച്ചയ്ക്ക് ശേഷം ഈ ദുരന്ത മേഖല സന്ദർശിക്കും. അതിനുശേഷം അവിടെ ഒരു വിശദമായ അവലോകന യോഗം ചേരും എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് 5 ലക്ഷം രൂപ വീതം സംസ്ഥാന സർക്കാർ നൽകും എന്നും ഒരു ഉറപ്പ് മുഖ്യമന്ത്രി നൽകുന്നു. അതോടൊപ്പം പരിക്ക് പറ്റി കിടക്കുന്നവരുടെ ചികിത്സയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങൾ അല്ലെങ്കിൽ ക്രമീകരണങ്ങൾ സർക്കാർ ഏർപ്പെടുത്തും. അതിനുള്ള ചെലവുകൾ സഹിതം സർക്കാർ ഏറ്റെടുക്കും എന്നും മുഖ്യമന്ത്രി വിശദീകരിക്കുകയുണ്ടായി. ഈ കള്ളാടിയിൽ ഉണ്ടായതിന് ആ ദുരന്തവുമായി ബന്ധപ്പെട്ട് അതിതീവ്രമായ മഴ ഒരു ഇടയാക്കി എന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഒരു കാര്യം വ്യക്തമാണ്. ഈ ഒരു തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആ പാരിസ്ഥിതികമായ ദുർബല പ്രദേശത്ത് നടത്താൻ പാടില്ലാത്ത രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിലുള്ള ഒരു ആശങ്ക മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുകയുണ്ടായി. തന്നെയുമല്ല, ഇനി ഈ തുരങ്കപാതയുടെ നിർമ്മാണവുമായി മുന്നോട്ട് പോകുന്നതിന് എല്ലാ കാര്യങ്ങളും പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇനി തുരങ്കപാതയുടെ നിർമ്മാണ നടപടികളുമായി മുന്നോട്ട് പോവുകയുള്ളൂ. അതുവരെ ഈ തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി വിശദീകരിക്കുകയുണ്ടായി. ഇതോടുകൂടി ഈ തുരങ്കപാതയുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക വിഷയത്തിനകത്ത് അനുമതികളെല്ലാം പൂർണ്ണമായി അനുമതി ഒക്കെ തന്നെ വേണ്ട രീതിയിൽ നടപ്പാക്കിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് സംശയമുണ്ട് എന്നാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഇടത് സർക്കാരിന്റെ കാലത്താണ് ഈ തുരങ്കപാതയുടെ നിർമ്മാണം തുടങ്ങുന്നത്. അന്ന് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഈ തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പാരിസ്ഥിതികമായ ദുർബല പ്രദേശമല്ല എന്ന ഒരു റിപ്പോർട്ടാണ് കേന്ദ്ര സർക്കാരിന് നൽകിയത്. അതോടൊപ്പം തന്നെ വനമേഖലയുമായി ബന്ധപ്പെട്ട യാതൊരു ബന്ധവുമില്ല എന്നും അന്ന് റിപ്പോർട്ട് നൽകിയിരുന്നു. അങ്ങനെയാണ് ഈ ഒരു തുരങ്കപാതയുടെ പാരിസ്ഥിതിക അനുമതി കേന്ദ്ര സർക്കാരിൽ നിന്ന് വാങ്ങിയെടുക്കുന്നത്. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി പറയുന്നത് ഈ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായത് ഈ വനമേഖലയോട് ചേർന്നാണ് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു നിർമ്മാണ മേഖല നടക്കുന്ന സ്ഥലം വനമേഖലയാണ് എന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തവുമാണ്. തന്നെയുമല്ല, നിർമ്മാണ കമ്പനി ഇന്ന് പുറത്തിറക്കിയ ഒരു വാർത്താക്കുറിപ്പിൽ പറയുന്നത് നിർമ്മാണ കമ്പനി അവിടെ നിർമ്മാണത്തിന്റെ അവശിഷ്ടങ്ങൾ കൂട്ടിയിട്ടത് കൊണ്ടല്ല അവിടെ ഒരു അപകടമുണ്ടായത്. അവിടെ വനമേഖലയോട് ചേർന്ന് ഒരു വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുണ്ടായി. അത് അതിതീവ്ര മഴയെ തുടർന്നുള്ള ഒരു മണ്ണിടിച്ചിലാണ് ഉണ്ടായത്. അതിനകത്ത് കമ്പനിയുടെ ഭാഗത്ത് യാതൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്ന്
ഇന്നിപ്പോ ഈ കൊങ്കൺ കമ്പനി അവർ വിശദീകരണക്കുറിപ്പും പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കാം ഇന്ന് മുഖ്യമന്ത്രി ഈ ഒരു കാര്യത്തിനകത്ത് വ്യക്തത വരുത്തിയത്. ഇനി ഈ നിർമ്മാണവുമായി മുന്നോട്ട് പോകണമെങ്കിൽ, തുരങ്കപാതയുമായി നിർമ്മാണവുമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ എല്ലാ കാര്യങ്ങളും പരിശോധിക്കും. അതിന്റെ നിയമപരമായ കാര്യങ്ങളും സാങ്കേതികപരമായ കാര്യങ്ങളും എല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഈ നിർമ്മാണവുമായി മുന്നോട്ട് പോവുകയുള്ളൂ എന്ന ഒരു വിശദീകരണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഈ കള്ളാടിയിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇന്ന് മന്ത്രിസഭാ യോഗം പരിഗണിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് PSCയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ്. പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് PSCക്കെതിരെ, അത് PSC ചെയർമാനും അതോടൊപ്പം തന്നെ അംഗങ്ങൾക്കുമെതിരെ വലിയ ഗുരുതരമായ ക്രമക്കേടുകൾ അടുത്ത നാളുകളിൽ ഉയർന്നിരുന്നു. അതിനെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും എന്ന് ഇന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. മന്ത്രിസഭാ യോഗം അത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ, SITയെ നിയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് അതിന് ആര് നേതൃത്വം നൽകും, ഈ ക്രൈംബ്രാഞ്ചിന്റെ SITക്ക് ആര് മേൽനോട്ടം നൽകും എന്നുള്ള കാര്യമൊക്കെ ആഭ്യന്തര വകുപ്പായിരിക്കും തീരുമാനിക്കുക. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് തീരുമാനമായി എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ആ PSCയുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ഉയർന്ന ആരോപണങ്ങൾ മാത്രമല്ല, PSCയുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമക്കേടുകളും പരിശോധിക്കാനാണ് ഈ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. വൈകാതെ തന്നെ ഈ ക്രൈംബ്രാഞ്ച് ആ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന് വിശദമായ റിപ്പോർട്ട് നൽകണം എന്ന ഒരു നിർദ്ദേശമാണ് ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായത് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ആ ആരോപണങ്ങളാണ്. അതിനാണ് ഇന്ന് മുഖ്യമന്ത്രി കൂടുതൽ സമയവും വിശദീകരണം നൽകിയത്. ആ ഒരു വിഷയമാണ് മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും കൂടുതൽ ചോദ്യങ്ങളും ഉണ്ടായത്. ഈ MSC കമ്പനി അല്ലെങ്കിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉടമസ്ഥതയുള്ള അദാനി പോർട്സ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട ഒരു അപേക്ഷ സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു അപേക്ഷ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള എംപവേർഡ് കമ്മിറ്റി വിശദമായി പരിശോധിച്ചതിന് ശേഷം അവരൊരു റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് കൈമാറും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കുക. ഈ ഷിപ്പിംഗ് കമ്പനിക്ക് 49% ഓഹരി കൈമാറുന്നത് സംബന്ധിച്ച അന്തിമമായ തീരുമാനം ഈ എംപവേർഡ് കമ്മിറ്റി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ന് മുഖ്യമന്ത്രി പറയുന്നു. തന്നെയുമല്ല, ഇതുവരെയും ഈ MSC കമ്പനിക്ക് 49% ഓഹരി കൈമാറാൻ സംസ്ഥാന സർക്കാർ ഇതുവരെയും ഒരു തീരുമാനവും എടുത്തിട്ടില്ല. അങ്ങനെ ഒരു തീരുമാനവും എടുക്കില്ല. സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് മാത്രമേ ഈ UDF സർക്കാർ മുന്നോട്ട് പോവുകയുള്ളൂ. അത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യത്തിനകത്താണെങ്കിലും സംസ്ഥാന താല്പര്യങ്ങൾ ബലികഴിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനവും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ഇക്കാര്യം പഠിക്കുന്നതിന് വേണ്ടി എംപവേർഡ് കമ്മിറ്റിയോടെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇതുവരെയും സംസ്ഥാന സർക്കാരിന്റെ മുമ്പാകെ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം, ഓഹരി വിൽക്കാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടില്ല. ആ ഓഹരി കൈമാറണമെങ്കിൽ അദാനി പോർട്സിന് MSCക്ക് 49% ഓഹരി കൈമാറണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ അനുമതി ആവശ്യമാണ്. ആ അനുമതി ഇല്ലാതെ MSC കമ്പനിക്ക് ഓഹരി കൈമാറാൻ കഴിയുകയില്ല. അപ്പോൾ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിനകത്ത് ഒരു തീരുമാനവും എടുത്തിട്ടില്ല. തന്നെയുമല്ല, മുഖ്യമന്ത്രി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നു. ഈ ഒരു MSC കമ്പനിയുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ അത് ഇടത് സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ചതാണ്. MSCയും അദാനി പോർട്സും തമ്മിലുള്ള ചർച്ച എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു വർഷമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ MSC കമ്പനിക്ക് ഓഹരി കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് UDF സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് മുഖ്യമന്ത്രി VD സതീശൻ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്ത് വീഴ്ചയാണോ സംഭവിച്ചിരിക്കുന്നത്, സർക്കാർ എന്ത് തെറ്റ് ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നവർ തന്നെ, ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ തന്നെ, ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ തന്നെ തലയിൽ മുണ്ടിട്ട് പോകേണ്ട ഒരു അവസ്ഥയാണുള്ളത്. ഒരു വർഷം മുമ്പാണ് MSCയും അതോടൊപ്പം തന്നെ അദാനി പോർട്സും തമ്മിലുള്ള ചർച്ച നടന്നത്. ഇക്കാര്യം കഴിഞ്ഞ LDF സർക്കാരിന്, മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ സർക്കാരിന് ഇക്കാര്യങ്ങളൊക്കെ നല്ല അറിവുണ്ടായിരുന്നു. പക്ഷേ അവർ ഇക്കാര്യങ്ങളെല്ലാം മറച്ചുവെക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ഈ UDF സർക്കാരാകട്ടെ, തന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാരാകട്ടെ, അദാനി പോർട്സ് MSCക്ക് 49% ഓഹരി കൈമാറുന്ന കാര്യം ഈ ജൂൺ 30 മാത്രമാണ് അറിയുന്നത്.
അറിയിച്ചത്. പക്ഷേ കഴിഞ്ഞ ജൂൺ 5-ാം തീയതി CPM-ന്റെ നേതൃത്വത്തിൽ ഉടമസ്ഥതയിലുള്ള ദേശാഭിമാനി പത്രം ഈ എഡിറ്റോറിയൽ എഴുതി വിഴിഞ്ഞത്ത് MSC വരും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ ഒരു വിശദീകരണം ആ ദേശാഭിമാനി പത്രത്തിൽ നൽകുകയുണ്ടായി. സംസ്ഥാന സർക്കാർ ജൂൺ 30-ന് ഈ വിവരം അറിഞ്ഞപ്പോൾ ദേശാഭിമാനി എങ്ങനെ ഈ വിവരം ജൂൺ 5-ന് അറിഞ്ഞു, ഈ കരാർ വരാൻ പോകുന്നു എന്ന കാര്യം ജൂൺ 5-ന് എങ്ങനെ അറിഞ്ഞു എന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നു. CPM-ന് ഇക്കാര്യം അറിയാമായിരുന്നു, ഇടത് സർക്കാരിന് ഇക്കാര്യം അറിയാമായിരുന്നു. ഇടത് സർക്കാരിന്റെ വിശദീകരണമാണ് ജൂൺ 5-ന് ദേശാഭിമാനി പത്രം പ്രസിദ്ധീകരിച്ചത് എന്ന് മുഖ്യമന്ത്രി അങ്ങോട്ട് ചോദിക്കുകയും ചെയ്യുന്നു. അപ്പോ ഈ ആരോപണത്തിന്റെ മുന ഇടതുപക്ഷത്തിന്റെ നേർക്ക് ചൂണ്ടുന്ന ഒരു സാഹചര്യം, ഒരു വിശദീകരണമാണ് ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിന് ശേഷം പ്രഖ്യാപിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ ആ താല്പര്യങ്ങൾ മുൻനിർത്തി മാത്രമേ UDF സർക്കാർ മുന്നോട്ട് പോവുകയുള്ളൂ. ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ തന്നെ ആരോപണങ്ങൾ അവരുടെ നേരെ തന്നെ ഈ ആരോപണങ്ങളൊക്കെ തിരിച്ചു വരും എന്ന ഓർമ്മ വേണം എന്ന് മുഖ്യമന്ത്രി പറയുകയും ഉണ്ടായി. അങ്ങനെ ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അല്ലെങ്കിൽ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി VD സതീശൻ വിശദീകരിച്ചത്. തന്നെയുമല്ല, താൻ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന ഒരു ആക്ഷേപം ഉയരുന്നുണ്ടല്ലോ മന്ത്രിസഭാ യോഗത്തിനകത്ത്. അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു എതിർപ്പ് ഉയർന്നോ? മുഖ്യമന്ത്രി VD സതീശൻ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് തീരുമാനം എടുക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ എന്ത് തീരുമാനമാണ് താൻ ഒറ്റയ്ക്ക് എടുത്തത് എന്ന് ക്ഷുഭിതനായി മാധ്യമങ്ങളോട് ചോദിക്കുന്ന ഒരു ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വരികയുണ്ടായി. എന്തുകൊണ്ടാണ് താൻ ഈ തുറമുഖ വകുപ്പ് ഏറ്റെടുത്തത്? ഈ അഴിമതിക്ക് വേണ്ടിയിട്ടാണ് താൻ VD സതീശൻ മുഖ്യമന്ത്രി പദത്തിനൊപ്പം ധനകാര്യവും തുറമുഖവും അടക്കമുള്ള വകുപ്പുകൾ ഏറ്റെടുത്തത് എന്ന പ്രതിപക്ഷം ആരോപിക്കുകയും ചെയ്യുണ്ടായി. അങ്ങനെ ഈ തുറമുഖ വകുപ്പ് താൻ ഏറ്റെടുത്തതിൽ തനിക്ക് അഭിമാനമാണുള്ളത്. ഒരുപാട് കാര്യങ്ങൾ തുറമുഖവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് താൻ തുറമുഖ വകുപ്പ് ഏറ്റെടുത്തത് എന്നും പറയുന്നു. അതല്ലാണ്ട് വിഴിഞ്ഞം എന്ന ഒരൊറ്റ പോർട്ടിന്റെ പേരിലല്ല ഇത്തരത്തിലുള്ള ഈ തുറമുഖ വകുപ്പ് താൻ ഏറ്റെടുത്തത് എന്ന് VD സതീശൻ വിശദീകരിക്കുകയും ഉണ്ടായി. അങ്ങനെ തനിക്കെതിരെ ഉയരുന്ന ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും എല്ലാം സുവ്യക്തമായ ഒരു മറുപടിയാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് പിന്നെയും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളൊക്കെ ഇനിയും ഉയർന്നു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ ഈ വാർത്താ സമ്മേളനത്തിൽ കൂടി നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ അഴിമതിയുടെയും അല്ലെങ്കിൽ പുകമറയെല്ലാം ഇടതുപക്ഷത്തിന്റെ മുകളിലേക്ക് അല്ലെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ മുകളിലേക്ക് ചാരാനുള്ള ഒരു ശ്രമമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായത്. തന്നെയുമല്ല, ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് അന്നത്തെ ആദ്യ കരാർ 2015-ൽ കരാറിൽ ഏർപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കും അന്നത്തെ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന K. ബാബുവിനും മുഖ്യമന്ത്രി അഭിനന്ദനം രേഖപ്പെടുത്തുകയും ചെയ്തു. രണ്ടുപേർക്കും താൻ സല്യൂട്ട് അടിക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. കാരണം ഈ വിഴിഞ്ഞവും തുറമുഖവുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി രണ്ടുപേരും എടുത്ത ഒരു എഫേർട്ടിനെ താൻ പ്രശംസിക്കുന്നതായും ഈ വളരെ സംസ്ഥാന സർക്കാരിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിൽ ഒരു കരാർ ഉണ്ടാക്കാൻ അവർ മേൽനോട്ടം വഹിച്ചതിനും രണ്ടുപേരെയും അഭിനന്ദിക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. അവർ രണ്ടുപേരും ചേർന്നുണ്ടാക്കിയ കരാർ പ്രകാരമാണ് ഇപ്പോഴും സംസ്ഥാന സർക്കാരിന് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉടമസ്ഥാവകാശം നിലനിർത്താൻ കഴിയുന്നത്. ഇപ്പോഴും വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉടമസ്ഥാവകാശം സംസ്ഥാന സർക്കാരിൽ പൂർണ്ണമായും നിക്ഷിപ്തമാണ്. അപ്പൊ അതിനാൽ തന്നെ ഏത് കരാർ ഉണ്ടാക്കണമെങ്കിലും ഉപകരാറുകൾ ഉണ്ടാക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ അനുമതി ആവശ്യമാണ്. MSC കമ്പനിക്കും ആയിട്ടുള്ള ഈ ഷെയർ 49% ഓഹരി കൈമാറുന്നതിനും സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ അനുമതി ആവശ്യമാണ്. അങ്ങനെ ഒരു അനുമതി ഇല്ലാതെ ഈ ഒരു ഓഹരി കൈമാറ്റം നടക്കുകയില്ല. അപ്പോൾ അതിൽ കൂടി അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയും K. ബാബുവിന്റെയും ഒരു നിശ്ചയദാർഢ്യവും അവരുടെ ഒരു ദീർഘവീക്ഷണവുമാണ് ഇത്തരത്തിലുള്ള നല്ലൊരു കരാറിലേക്ക് ഏർപ്പെടാൻ സഹായിച്ചത്. അത് UDFന്റെ ഒരു നേട്ടമാണ്. അന്നത്തെ UDF സർക്കാരിന്റെ ഒരു നേട്ടമായി തന്നെ ഇന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് 49% ഓഹരി കൈമാറുന്നതിലൂടെ 13,270 കോടി രൂപയുടെ നിക്ഷേപം കേരളത്തിലേക്ക് വരുമെന്ന് ദേശാഭിമാനി പത്രം എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അത് CPMന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനും ഇക്കാര്യങ്ങളൊക്കെ നന്നായി അറിയാമായിരുന്നു എന്ന സൂചന കൂടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ തനിക്ക് നേരെ വന്ന ആക്ഷേപങ്ങൾ LDF സർക്കാരിലേക്ക് തിരിച്ചുവിടാനുള്ള ഒരു ശ്രമം മുഖ്യമന്ത്രിയുടെ ഒരു ഭാഗത്ത് നിന്ന് ഇന്ന് ഉണ്ടായതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. സണ്ണി പീറ്ററാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഡെസ്കിൽ നിന്നും ചേർന്നത്. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്